الحمد لله على كماله والشكر له على توفيقه وامتنانه ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. إن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്നതിന് മുമ്പ് ലോകത്തുള്ള ജനങ്ങൾ ജാഹിലിയ്യത്തിൻ്റെ അജ്ഞതയിലും ബഹുദൈവാരാധനയുടെ അന്ധതയിലും ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അന്നുള്ള മനുഷ്യർ ഒന്നുകിൽ വഴിപിഴച്ച വിഗ്രഹാരാധകരായ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കീങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗം, അതല്ലെങ്കിൽ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ വേദഗ്രന്ഥങ്ങളുടെ അനുയായികളായ വേദക്കാർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ആ ഒരു സന്ദർഭത്തിൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിക്കൊണ്ട് അവൻ്റെ സൃഷ്ടികളിലേക്ക് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിക്കുന്നത്. ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിലൂടെ ജനങ്ങളെ ഹിദായത്തിൻ്റെ, ഈമാനിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു വഴി നടത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ ചെയ്തു തന്ന അനുഗ്രഹത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാൻ 3-ാം അധ്യായം 164-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ അവരിലേക്കൊരു പ്രവാചകനെ നിയോഗിക്കുക വഴി അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ആ പ്രവാചകൻ എങ്ങനെയുള്ള പ്രവാചകനാണ്? മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത?
يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മേൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കുന്നു, വേദഗ്രന്ഥവും വിജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ അള്ളാഹുവിൻ്റെ മതം അത് പൂർത്തിയാക്കി തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ച് നമുക്ക് തന്നു. അതിനെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ 5-ാം അധ്യായം 3-ാമത്തെ ആയത്തിലൂടെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ഈ ഒരു മതം ഇസ്ലാം, അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അതിർവരമ്പുകളുണ്ട്. ആ നിയമങ്ങളും അതിർവരമ്പുകളും പാലിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു അടിമക്ക് അവൻ വിശ്വാസിയായി മുസ്ലിമായി തുടരുവാൻ സാധിക്കുക. ആ അതിർ വരമ്പുകൾ ലംഘിച്ച് അതിർ കടന്നു പോയാൽ, അതോടുകൂടി ഇസ്ലാമിൻ്റെ പരിധികൾ ലംഘിച്ചു പോയാൽ ഇസ്ലാമിക ദർശനത്തോട് പിന്നെ അവന് ബന്ധമില്ല. മുസ്ലിം സമൂഹത്തോട് അവനുള്ള ബന്ധത്തെ അതോടുകൂടി അവൻ മുറിച്ചു മാറ്റുകയാണ്. സർവശക്തനായ പ്രപഞ്ചവാസകലം പടച്ചു പരിപാലിക്കുന്ന റബ്ബിനുള്ള അവൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ അതോടുകൂടി അതിൽ നിന്ന് പിന്തിരിയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അതിലൂടെ ഒരു പക്ഷേ ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചു പോകും, അല്ലെങ്കിൽ അതിൽ നിന്ന് അവൻ പുറത്തു പോകാനുള്ള കാരണമായി തീരും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റു വല്ലതിനെയും ആരാധിക്കുന്ന സ്ഥിതിവിശേഷം കടന്നു വന്നാൽ, അതുമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുന്നതിന് പകരം ഇബ്ലീസിൽ നിന്നുണ്ടായതുപോലെയുള്ള അഹങ്കാരം ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ചില ആളുകൾക്കൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ അതൊന്നും പാലിക്കാതെ ചില ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കും, അതൊന്നും ജീവിതത്തിൽ പാലിക്കേണ്ടതില്ലാത്ത ചില വ്യക്തികളും ചില ആളുകളൊക്കെ ഉണ്ടാകും എന്നൊക്കെ വിശ്വസിച്ചാൽ അതിലൂടെ എല്ലാം ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായി തീരും എന്ന് പ്രമാണവചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് രിദ്ദത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഈമാൻ, അവൻ്റെ വിശ്വാസത്തിന് പിന്നെ പ്രസക്തിയില്ല. അവൻ എത്ര മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് അവന് കാര്യമില്ല. വഴികേടിനെ സന്മാർഗത്തിന് പകരം വിലക്ക് വാങ്ങിയവൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അവൻ അകപ്പെടും. അള്ളാഹുവിൻ്റെ പാപമോചനത്തിനും കാരുണ്യത്തിനും പകരം ശിക്ഷയെ ഏറ്റുവാങ്ങിയവൻ എന്ന ഗണത്തിൽ അവൻ അകപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യർ പലതരത്തിലുള്ള മതങ്ങളുടെയും പല ആദർശങ്ങളുടെയും വക്താക്കളായി ജീവിക്കുന്നുണ്ട്. അത് ഏതൊക്കെ മതങ്ങളായിക്കോട്ടെ, പ്രത്യയശാസ്ത്രങ്ങളായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദീനായിക്കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന, സ്വീകരിക്കുന്ന, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഉതകുന്നതായിട്ടുള്ള ഒരേ ഒരു മതം, ഒരേ ഒരു ആദർശം, അത് ഇസ്ലാം മാത്രമാണ്. മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ വേദക്കാരുടെ ആദർശങ്ങളോ മതങ്ങളോ നാളെ പരലോകത്ത് രക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല. അല്ലെങ്കിൽ മറ്റുള്ള ആദർശങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. അസന്നിഗ്ധമായി തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇത് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 18-19 ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികതു വ ഉലുൽ ഇൽം, മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു.
ഖായിമൻ ബിൽ ഖിസ്ത്, ആ അല്ലാഹു നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല. ഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപിയാണ്, യുക്തിമാനാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, ഈ ഒരു ഏകദൈവ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മതമായിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നോക്കൂ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത മറ്റെന്തിനെയെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ജീവിത മാർഗമായി മതമായി കൊണ്ട് സ്വീകരിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൻ്റെ തന്നെ 85-ാമത്തെ ആയത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ തന്നെ മൂസ, ഈസ അലൈഹിമുസ്സലാം അങ്ങനെയുള്ള ചില പ്രവാചകന്മാരിലൊക്കെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ മുൻകാല വേദക്കാരൊക്കെ സത്യപ്പെടുത്തിയാൽ മതി, എന്നാൽ തന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടും, വിശ്വാസിയായി തീരുമെന്ന് ജൽപ്പിക്കുന്ന ചില ആളുകളെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ മറുപടി പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും അവിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാർക്കുമിടയിൽ, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരിലുമുള്ള വിശ്വാസത്തിൽ അതിനിടയിൽ വ്യത്യസ്തത വെച്ചു പുലർത്തുന്ന ആളുകൾ, ചില പ്രവാചകന്മാരിൽ ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ ചിലരിൽ ഞങ്ങൾ അവിശ്വസിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ. പിന്നെയോ ശരിയായ ഇസ്ലാമിന്റെ മാർഗത്തിലും വ്യക്തമായ കുഫ്രിന്റെ മാർഗത്തിലും ഇടയിലുള്ള ഒരു ഇടയിലുള്ള മാർഗം സ്വീകരിക്കാൻ തുനിയുന്ന, എല്ലാം ശരിയാകും, അതും ശരിയാകും, ഇതും ശരിയാകും, അങ്ങനെ ആയാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ, യത്തഖിദു ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. അല്ലാഹു പ്രഖ്യാപിക്കുന്നത് നോക്കൂ നിങ്ങൾ, അങ്ങനെയൊക്കെ കരുതുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ അവിശ്വാസികൾ. വഅഅ്തദിനാ ലിൽ കാഫിരീന അദാബൻ മുഹീന, തീർച്ചയായും ആ അവിശ്വാസികൾക്ക് വേദനയേറിയ അപമാനകരമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവരമില്ലാത്ത ചില ആളുകൾ പറയുന്നത് പോലെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വിശ്വസിച്ചാൽ മതി, ഖുർആനിൽ വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ വേദക്കാരിൽ പെട്ടാൽ മതി, എന്നാലും പരലോകത്ത് രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അള്ളാഹു തന്നെ മറുപടി പറയുന്നു നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരിൽപ്പെട്ട മുശ്രിക്കീങ്ങളിൽപ്പെട്ട അവിശ്വസിച്ച ആളുകൾ ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, അവർ നരകത്തിലാകുന്നു എന്ന് മാത്രമല്ല നരകത്തിൽ അവർ നിത്യവാസികളാകുന്നു. ഉലൈക ഹും ശർറുൽ ബരിയ, എന്ന് മാത്രമല്ല ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാകുന്നു, സൃഷ്ടികളാകുന്നു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 96-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6-ാമത്തെ ആയത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ പേരിൽ പല കള്ളങ്ങളും കെട്ടിച്ചമച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയൊക്കെയാണ് ചില ആളുകൾ കൂട്ടുപിടിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നൊന്നുമില്ലല്ലോ, എല്ലാവരുടെയും പിതാവ് ഒറ്റ പിതാവല്ലേ, അതുകൊണ്ട് ഇബ്രാഹിമി മതങ്ങളൊക്കെ ഒറ്റ നിലക്ക് ഒന്നായി നിലകൊള്ളണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാദിക്കുന്ന ചില ആളുകളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, മറിച്ച് അദ്ദേഹം ഋജുമനസ്കനായ ശുദ്ധമായ മുസ്ലിമായിരുന്നു, അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ ബഹുദൈവാരാധനയിൽ പെട്ടവനായിരുന്നില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇതിന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. എന്നാൽ മതസൗഹാർദ്ദത്തിലേക്ക്, മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മതസാഹോദര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതലയനത്തിലേക്ക് വിളിക്കുന്ന, ഏകമത സിദ്ധാന്തത്തിലേക്ക് വിളിക്കുന്ന പാശ്ചാത്യ ചിന്താധാരകളെ അതിന് കാതുകൊടുക്കുകയും അതിന് വിധേയരായി അതിനെ നന്നായി കാണുകയും ചെയ്യുന്ന ആളുകൾ, അവർ പാരായണം ചെയ്യേണ്ടത് അവർക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന വ്യക്തമായ മറുപടിയാകുന്നു. സഹോദരന്മാരെ, അള്ളാഹു പറയുന്നു നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ അനുസരിച്ചാൽ, അല്ലയോ സത്യവിശ്വാസികളെ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ അനുസരിച്ചാൽ, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മതത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനോടൊക്കെ താരതമ്യം ചെയ്ത് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ നോക്കിയാൽ, അള്ളാഹു പറയുന്നത് എന്താ,
നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ അവിശ്വാസികളാക്കി നിങ്ങളെ മടക്കി കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുകയാണ്. അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ്. എങ്ങനെയാണ് നിങ്ങൾ അവിശ്വസിച്ചു പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ കുഫ്രിലേക്ക് പോകുന്നത്? അല്ലാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നില്ലേ? വഫീകും റസൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് അല്ലാഹുവിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ മുറുകെ പിടിച്ചാൽ അവൻ വഴിപിഴച്ചു പോവുകയില്ല, അവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ദീൻ മറ്റുള്ള മതങ്ങളിൽ നിന്നെല്ലാം വിരക്തമായ, മറ്റുള്ള മതങ്ങളോടൊന്നും ബന്ധമില്ലാത്ത വ്യതിരിക്തമായ ശരിയായ ഇസ്ലാമിന്റെ ആദർശം, അതിനെ മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് വിജയമുള്ളത്. സഹോദരന്മാരെ, ദിനേന 17 തവണ ചുരുങ്ങിയത് നമ്മൾ പാരായണം ചെയ്യുന്ന വചനമുണ്ടല്ലോ സൂറത്തുൽ ഫാത്തിഹയിൽ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗം, വഴിപിഴച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഹദീസിലൂടെ വിവരിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അൽ മഗ്ദൂബു അലൈഹിം എന്ന് പറഞ്ഞാൽ അൽ യഹൂദു വദ്ദാല്ലൂൻ എന്ന് പറഞ്ഞാൽ അൻ നസാറ. കോപത്തിനെതിരെ ഇരയായവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അത് ജൂതന്മാരാകുന്നു. വഴിപിഴച്ചവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ക്രിസ്ത്യാനികളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സച്ചരിതരായ സലഫുകൾക്ക്, മുഫസ്സിരീങ്ങൾക്ക് എല്ലാവർക്കും ഏകാഭിപ്രായമുള്ള തർക്കമില്ലാത്ത വിഷയമാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം അതാണെന്ന്. എന്നിട്ട് ഇത് ദിനേന പാരായണം ചെയ്യുന്ന, ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയ ഒരു വിശ്വാസി, അവൻ്റെ മനസ്സിൽ മറ്റുള്ള മതങ്ങളും ശരിയാകും, അല്ലെങ്കിൽ അതിനൊന്നും കുറ്റം പറയാൻ പോകണ്ട, അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ അത്ര പ്രശ്നമായി കാണേണ്ടതില്ല, ഇസ്ലാം മാത്രമാണ് ശരിയെന്നും പറയേണ്ടതില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരിക എന്നുള്ളത് വളരെ വലിയ അത്ഭുതം തന്നെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നാളെ പരലോകത്ത് റബ്ബിലേക്ക്, നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്ന സുഖാനുഭൂതികളുടെ ലോകമായ സ്വർഗത്തോപ്പുകളിലേക്ക് നമ്മെ നയിക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് ശരിയായ യഥാർത്ഥമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അള്ളാഹു നൽകിയ ഇസ്ലാമാകുന്ന ആദർശം മാത്രമാകുന്നു. അള്ളാഹു തആല ആ ദീനിന്റെ വക്താക്കളായി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه وبعد. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, രണ്ടു കാര്യങ്ങൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് അവിശ്വാസികളുമായുള്ള സഹവർത്തിത്വം, അവരോടുള്ള ഉടമ്പടിയും സമാധാനവും പാലിക്കൽ, അവിശ്വാസികളെ അടിച്ചമർത്താതെ, അവരോട് അനീതി കാണിക്കാതെ നല്ല നിലക്ക് അവരോട് പെരുമാറൽ. ഇത് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയുടെ ഭാഗമാണ്. അതേസമയം ഇസ്ലാമും മറ്റുള്ള മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തന്നെ ഇല്ലാതാക്കി അതിന് ഇടകലർന്ന് മതങ്ങളെ തമ്മിൽ ലയിപ്പിക്കുന്ന, അവക്കിടയിലുള്ള അതിരുകളെ നീക്കം ചെയ്യുന്ന പ്രവണത, അതിനെ നമ്മൾ വേറെ തന്നെയായി കാണേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചപ്പോൾ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ആ സമയം അവരോടൊപ്പം ഒരു സമയം വരെ ജൂതന്മാർ മുസ്ലിമീങ്ങളുടെ കൂടെ സമൂഹത്തിൽ താമസിച്ചിരുന്നു. മുസ്ലിമീങ്ങൾ അവരുമായി ക്രയവിക്രയങ്ങളിൽ, ഇടപാടുകളിൽ ഏർപ്പെട്ടിരുന്നു, കച്ചവടങ്ങൾ നടത്തിയിരുന്നു. അവരുമായുള്ള മുസ്ലിങ്ങളുടെ ഉടമ്പടികളും കരാറുകളും പാലിച്ചുകൊണ്ട് ആയിരുന്നു ആ സമൂഹം, അന്നത്തെ മുസ്ലിം സമൂഹം ജീവിച്ചിരുന്നത്. അന്യായമായി അവരുടെ വസ്തുവകകളോ സമ്പത്തോ രക്തമോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അപഹരിച്ചത് കാണുക നമുക്ക് സാധ്യമല്ല. എന്നാൽ അതേ സമയം വേദക്കാരിൽ നിന്നും അത് തന്നെയാകുന്നു പിന്നെ നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നതും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന. ഉടമ്പടിയിൽ കരാറിൽ ഏർപ്പെട്ട സമാധാന സന്ധിയിൽ നിലകൊള്ളുന്ന അവിശ്വാസികളായ ആളുകളോട്, അങ്ങനെയുള്ളവരോടുള്ള കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവരെ വധിച്ചാൽ, അവർക്ക് അവരെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലം യജിദ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവന് ലഭിക്കുകയില്ല എന്നാണ്. വഇന്ന റീഹഹാ തൂജദു മിൻ മസീറതി 40 ആമാ. ആ സ്വർഗത്തിന്റെ പരിമളം എന്നുള്ളത് 40 വർഷത്തെ വഴിദൂരം വരെ അകലേക്ക് സഞ്ചരിക്കുന്ന, ദൂരേക്ക് പോകുന്ന സുഗന്ധമാണ്. അതുപോലും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എങ്കിൽ സഹോദരന്മാരെ, അവരുടെ രക്തത്തിനും അവരുടെ അഭിമാനത്തിനുമെല്ലാം ക്ഷതമേൽക്കാതെ സമാധാനപരമായി ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന ആദർശമാണ്. എന്നാൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവരെ സോപ്പിടാനോ അവരെ മയപ്പെടുത്താനോ അവരെ സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ നോക്കിയത് കാണുക നമുക്ക് സാധ്യമല്ല. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മറ്റുള്ള മതക്കാരെയും എല്ലാം അവരുടെ നിരർത്ഥകതകൾ വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്ന, പ്രഖ്യാപിക്കുന്ന പല സൂറത്തുകൾ, സൂറത്തുൽ ബഖറയും ആൽ ഇമ്രാനും സൂറത്തുൽ നിസാഉം സൂറത്തുൽ മാഇദയും എല്ലാം അവതരിച്ചത് തന്നെ മദീനയിൽ വെച്ചാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മദീനയിൽ വെച്ച് ഇറങ്ങിയ സൂറത്തുകളിൽ വളരെ വ്യക്തമായി മറ്റുള്ള മതസ്ഥരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർ നിലകൊള്ളുന്ന അവിശ്വാസത്തിന്റെ നിരർത്ഥകത വ്യക്തമാക്കുന്നുണ്ട്. അവരോടുള്ള വിരക്തി, പരിപൂർണമായ വിരക്തി അതിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അവരോടുള്ള അഭേദ്യമായ വളരെ ആഴമേറിയ സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നതിനെ വിലക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരനുസരിക്കുന്നതിനോടും അവരോട് സമരസപ്പെടുന്നതിനോടും അവരോട് സാദൃശ്യപ്പെടുന്നതിനെയുമെല്ലാം വളരെ ശക്തമായി വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിലക്കുന്നുണ്ട്. ഇതൊക്കെ അവതരിച്ചത് മദീനയിലാണ്. അവരുടെ വഴികേടുകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അവർ ഒരുപാട് രംഗത്ത് അവർ കാണിച്ചിരുന്ന അവരുടെ കൊള്ളരുതായ്മകളെ വിശുദ്ധ ഖുർആൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ അവർ തിരുമ്പൽ നടത്തിയത്, മുസ്ലിമുകളെ ദ്രോഹിക്കുവാൻ അവർ വേണ്ടി തന്ത്രങ്ങൾ മെനയുകയും അവർ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്, അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ അവർ നിരാകരിച്ചത് തുടങ്ങി അള്ളാഹുവിൻ്റെ കിതാബിൽ അവരെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അവരുടെ വഴികേടുകളെ വെളിച്ചത്ത് കൊണ്ടുവന്ന സൂറത്തുകൾ അവതരിച്ചത് അത് മദീനയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മറ്റു മതസ്ഥരായ അവിശ്വാസികളോട് സഹവർത്തിത്വം കാത്തു സൂക്ഷിച്ചതിന് കൂടെ തന്നെ അവരോട് നന്മ ചെയ്യുകയും അവരോട് നീതി കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ മതം അവരുടെ മതത്തിൽ അലിഞ്ഞു ചേരുന്ന രൂപത്തിൽ അത് തമ്മിലുള്ള അതിർവരമ്പുകളെ നീക്കം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെയും കുഫ്റിനെയും ഒന്നാക്കി തീർക്കുന്ന തരത്തിൽ എല്ലാം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാർഗമാണെന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി മറ്റുള്ള മതങ്ങളെയൊക്കെ കാണുന്ന തരത്തിൽ, അവരുടെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുന്ന തരത്തിൽ അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളും അവർക്കും ചിലപ്പോൾ സ്വർഗം കിട്ടുമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങളിലേക്ക്, വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക്, അവിശ്വാസത്തിൻ്റെ അതിനോട് സമരസപ്പെടുന്ന രൂപത്തിലുള്ള പ്രവണതകളിലേക്ക് പോകാതെ ശരിയായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിൽ നിലകൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതവും മരണവും അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും നേടിക്കൊണ്ട് തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അത്തരത്തിലുള്ള എല്ലാവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട്, കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട്, കടം കൊണ്ടും സാമ്പത്തികമായ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് ശാശ്വതമായ ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശാശ്വതമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വലിയ കൊടിയ പരീക്ഷണങ്ങളിലും രോഗങ്ങളിൽ നിന്നും നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم يا قاضي الحاجات اللهم اغفر لنا وارحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله.